എൻ്റെ പേര് ഡോക്ടർ വിനീത വർഗീസ് പണിക്കർ. ഞാൻ അമൃത ഹോസ്പിറ്റൽ ഡെർമറ്റോളജി വിഭാഗത്തിലെ പ്രൊഫസറാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അരിമ്പാറകളെക്കുറിച്ച്, അഥവാ വൈറൽ വാട്സ്. എന്താണ് ഈ വൈറൽ വാട്സ്? ഏത് വൈറസാണ് ഇത് ഉണ്ടാക്കുന്നത്? വാട്സ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറഞ്ഞാൽ HPV എന്ന് പറഞ്ഞൊരു വൈറസിൻ്റെ ഇൻഫെക്ഷനാണ്. പലർക്കും ഇതൊരു വൈറൽ ഇൻഫെക്ഷൻ ആണെന്നുള്ള കാര്യം അറിയില്ല. നമ്മളടുത്ത് വരുന്ന പലരും ഈ അരിമ്പാറ ഒരാളിൽ നിന്ന് ഒരാൾക്ക് സ്പ്രെഡ് ചെയ്യുന്ന ടൈപ്പ് ആണെന്നൊന്നും പലപ്പോഴും അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ടുള്ള കുറച്ച് അറിവുകേട് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നാം കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ദേഹത്ത് വരുന്ന ഇതുപോലത്തെ സ്കിൻ ഗ്രോത്ത്, അതായത് സോഫ്റ്റായിട്ട് ഞങ്ങൾ സ്കിൻ ടാഗ്സ് എന്നൊക്കെ പറയും, ഇങ്ങനെ നമ്മുടെ കഴുത്തിലും കക്ഷത്തും ഒക്കെ തൂങ്ങി നിൽക്കുന്ന ചില ഗ്രോത്തുകളുണ്ട്. അത് അരിമ്പാറകളല്ല ആക്ച്വലി. അത് ശരിക്കും പറഞ്ഞാൽ സ്കിൻ ടാഗ് അല്ലെങ്കിൽ അക്രോകോഡൻസ് എന്നൊക്കെ നമ്മൾ ടെക്നിക്കൽ ലാംഗ്വേജിൽ പറയും. ഈ സ്കിൻ ടാഗ്സിൻ്റെ കാരണം കൂടുതലും അമിതവണ്ണം അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ഷുഗേഴ്സ്, ഡയബറ്റീസ്, അതൊക്കെയാണ് അതിൻ്റെ കാരണം. അത് ഒരാളിൽ നിന്ന് ഒരാൾക്ക് പകരുന്ന ടൈപ്പ് അല്ല. എന്നാൽ അരിമ്പാറകളുടെ അപ്പിയറൻസ് പൊതുവേ കുറച്ച് റഫായിട്ട്, നമ്മൾ ഈ പാറ എന്നൊക്കെ പറയുന്നത് തന്നെ അതിൻ്റെ സർഫസ് കുറച്ച് റഫായിട്ടും തൊടുമ്പോൾ ഒരു പരപരത്തിരിക്കുന്ന ഒരു രീതിയിലാണ്. അത് കൂടുതലായിട്ട് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും കാണാം, തല തൊട്ട് താഴെ വരെ ഏത് ഭാഗത്തും കാണാം. പക്ഷെ കൂടുതലും കോമൺ കാണുന്നത് കയ്യിലും കാലിലും ഒക്കെയാണ്. അത് നമ്മൾ പൊതുവെ ആരെങ്കിലുമായിട്ട് ഹാൻഡ് ഷേക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കോമൺ ഏരിയാസിൽ ചിലപ്പോൾ പഞ്ച് ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള പല സ്ഥലത്തു നിന്നാണ് ഇത് നമുക്ക് എവിടെന്നെങ്കിലും പകർന്ന് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലും കാലിലും എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ, പൊതുവെ ബെയർ ഫുട്ട് നടക്കുന്ന സ്ഥലത്ത് നമ്മൾ ചെരുപ്പില്ലാതെ എവിടെയെങ്കിലുമൊക്കെ നടക്കുകയാണെങ്കിൽ കാലിൽ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടെങ്കിൽ അങ്ങനെയായിരിക്കും ഈ വൈറസ് പാർട്ടിക്കിൾ നമ്മുടെ ശരീരത്തിൽ കയറുന്നത്. അതിൽ കൂടാണ് ഇത് ശരീരത്തിൻ്റെ ഭാഗത്ത് വരികയും വളരുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഓരോ ആൾക്കാരിലും നമ്മളുടെ പ്രതിരോധ ശക്തിയാണ് ഈ അരിമ്പാറ എത്രത്തോളം കൂടുന്നു, എത്ര നമ്പേഴ്സിൽ വരുന്നു, എങ്ങനെ ഇത് പോകുന്നു എന്ന്, അതായത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാതെ ചിലരുടെ തന്നാലെ മാറും. അതൊക്കെ നമ്മളുടെ ഇമ്മ്യൂൺ റെസ്പോൺസ്. അപ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഏത് അണുക്കൾ വന്നാലും നമ്മുടെ ബോഡി അതിനെതിരെ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കും, അതിനെ ഫൈറ്റ് ചെയ്യും. ഫോറിൻ പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ ഫോറിൻ വൈറസിനെയോ ബാക്ടീരിയ. അപ്പോൾ അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഈ HPV വൈറസ് വരുമ്പോൾ നമ്മളൊരു ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കും. ആ ഇമ്മ്യൂൺ റെസ്പോൺസ് വളരെ സ്ട്രോങ് ആണെങ്കിൽ നമ്മുടെ ബോഡിയിലെ വൈറസ് അല്ലെങ്കിൽ ഈ വൈറൽ ഇൻഫെക്ഷൻ തന്നാലെ പോവും, ചിലപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ പോവും. ഇമ്മ്യൂൺ റെസ്പോൺസ് ഈ വൈറസിനെതിരെ അത്ര നല്ലതല്ലെങ്കിൽ പലപ്പോഴും ഒരുപാട് അരിമ്പാറകൾ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനും അത് ട്രീറ്റ്മെൻറ്റ് റെസ്പോൺസും, അതായത് നമ്മൾ ചില ട്രീറ്റ്മെൻറ്റുകളൊക്കെ, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഞാൻ പറയാം, ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുമ്പോൾ മാറാനുള്ള താമസവും നമ്മൾ കാണുന്നു. അപ്പോൾ പൊതുവേ നമുക്ക് വേറെ പ്രതിരോധ ശക്തി കുഴപ്പമൊന്നും ഇല്ലാത്തവർക്ക് ഇത് ട്രീറ്റ്മെൻറ്റ് റെസ്പോൺസ് പെട്ടെന്ന് വരികയും നമ്മൾ കറക്റ്റായിട്ട് ഡോക്ടറെ കണ്ട് ഡോക്ടർ പറയുന്ന ട്രീറ്റ്മെൻ്റ് ഒക്കെ ഫോളോ ചെയ്താൽ ഇത് മാറി കിട്ടുന്നതാണ്. പക്ഷേ ചില പേഷ്യൻസിന് ഇപ്പം നമുക്കറിയാം അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം അത്രയും ആക്റ്റീവ് ആയിരിക്കത്തില്ല. പല അസുഖങ്ങളുടെ ഭാഗമായിട്ടും പല ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും ചിലപ്പം നല്ല സ്ട്രോങ് ഡയബറ്റീസ് ഉള്ളവർക്ക്, അൺകൺട്രോൾ ഡയബറ്റീസ് ഉള്ളവർക്ക് അവരുടെ ബോഡിയുടെ പ്രതിരോധ ശക്തി പൊതുവെ കുറവായിരിക്കും. ചില മരുന്നുകൾ കഴിക്കുന്നത്, ഇപ്പം നമുക്കറിയാം അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞവർ, കിഡ്നിയുടെയോ ലിവറിൻ്റെയോ ഒക്കെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവർ അതിൻ്റേതായ മരുന്ന് കഴിക്കുന്ന അങ്ങനെയുള്ളവരിൽ, അല്ലെങ്കിൽ പിന്നെ എയ്ഡ്സോ HIV വൈറസ് ഇൻഫെക്ഷനൊക്കെ ഉള്ളവരിലൊക്കെ ഈ അരിമ്പാറ വന്നു കഴിഞ്ഞാൽ ഒരുപാട് താമസം എടുക്കാം മാറാനായിട്ട്. പിന്നെ ഇതിന് എന്തൊക്കെയാണ് ചികിത്സാ നയങ്ങൾ? നമ്മളൊരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടു കഴിഞ്ഞാൽ ഇതിന് ചിലപ്പോൾ നമുക്ക് മരുന്നുകൾ പുരട്ടുന്ന ടൈപ്പ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് ലേസർ കൊണ്ടോ കോട്ടറി കൊണ്ടോ കരിച്ച് കളഞ്ഞ് മാറ്റാം. അല്ലെങ്കിൽ ചില പുരട്ടുന്ന മരുന്നുകളൊക്കെ ഉണ്ട്, ഈ സാലിസിലിക് ആസിഡ്, അതായത് സ്കിന്ന് പീൽ ഓഫ് ചെയ്ത് പോകുന്ന ചില മരുന്നുകൾ, അങ്ങനെയുള്ള കോമ്പിനേഷൻ, സാലിസിലിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, അത് ഡോക്ടർ പറയും വാർട്ട് പെയിൻറ്റ് എന്നൊക്കെ ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ. അപ്പോൾ അതൊക്കെ പുരട്ടിക്കഴിഞ്ഞാൽ ഇത് മാറും. പിന്നെ നമുക്ക് ക്രയോതെറാപ്പി, ക്രയോ എന്ന് വെച്ചാൽ സ്കിൻ ഫ്രീസ് ചെയ്ത് ആ പാടിനെ ഫ്രീസ് ചെയ്തിട്ട് ഇതിനെ ഒഴിവാക്കാൻ പറ്റുന്ന ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും എവിടെയാണ് ഇതുള്ളത്, പ്രായം, ഏത് ഭാഗങ്ങളാണ് ഇത് അഫക്റ്റഡ് ആയിട്ടുള്ളത്, അതനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യാം. പിന്നെ പൊതുവെ അരിമ്പാറകളെല്ലാം സെക്ഷലി ട്രാൻസ്മിറ്റഡ് അല്ല, പക്ഷെ നമുക്ക് ജെനൈറ്റൽ ആ ഭാഗങ്ങളിലൊക്കെ വരുന്ന അരിമ്പാറകൾ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടും വരാം. അപ്പം അങ്ങനെയുള്ള ഒരു ഘടകവും കൂടി ഇതിനകത്തുണ്ട്. അപ്പം അങ്ങനെ ഒക്കെ വരുന്ന പേഷ്യൻസിന് നമുക്ക് ബാക്കി അതിൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ STD, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിന് ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നമ്മുടെ ജെനൈറ്റൽ ഏരിയയിൽ വരുന്ന
വാർഡ്സ്, ഈ അരിമ്പാറകൾ, മറ്റ് വജൈന, സെർവിക്സ് അവിടെയൊക്കെ വരുന്ന വാർഡ്സിന് ഈ പിന്നീട് കാലങ്ങൾക്ക് ശേഷം സെർവൈക്കൽ ക്യാൻസറിൻ്റെയൊക്കെ റിസ്ക് ഉണ്ട്. അപ്പോൾ അതിനായിട്ട് അതിൻ്റെ പ്രതിരോധത്തിന് വേണ്ടി ഇപ്പോൾ വാക്സിൻസ് അവൈലബിൾ, HPV വാക്സിൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ റുട്ടീൻ വാക്സിനേഷൻ പ്രോഗ്രാമിൽ പെൺകുട്ടികൾക്ക് 16 വയസ്സിലും 14 വയസ്സിലും ഒക്കെ ഇപ്പം HPV വാക്സിൻസ് എടുക്കുന്നത് അതൊരു പ്രോട്ടോക്കോൾ ആയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ അറിയണം. പിന്നെ വീട്ടിൽ എന്തെങ്കിലും ചെയ്ത് ഇത് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ചില മെഡിസിൻസ് ഇപ്പം നമുക്ക് പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, ചുണ്ണാമ്പ് അല്ലെങ്കിൽ ഇഞ്ചിയൊക്കെ തേച്ചിട്ട് ഇത് മാറുന്ന, അതൊക്കെ എനിക്ക് തോന്നുന്നു കൂടുതലും ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് വളരെ സ്ട്രോങ് ആണെങ്കിൽ ചിലപ്പോൾ ഇത് തന്നാലെ മാറാൻ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിലും സെൽഫ് റെസൊല്യൂഷൻ ഉണ്ട്. അതേപോലെ സ്കിന്നിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ വന്നാൽ, ഇപ്പോൾ ഇതൊക്കെ തേക്കുമ്പോൾ സ്കിന്നിൽ ഒരു ചുമപ്പോ എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ ഞങ്ങൾ പറയും, അത് വന്നു കഴിഞ്ഞാൽ ചിലപ്പം തന്നാലെ വോർട്ട്, അതായത് ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റ് ആയിട്ട് വോർട്ട് തന്നാലെ മാറും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഹോം റെമഡീസ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ജനറലി ഹോം റെമഡീസ് മാത്രം കൊണ്ടിരിക്കാതെ ആദ്യത്തെ ആൾക്ക് വോർട്ട് വരുമ്പോൾ തന്നെ വന്ന് ഡോക്ടറെ കണ്ട് ട്രീറ്റ് ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സിനെല്ലാം വരികയും അത് പിന്നെ ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് പൊതുവേ അരിമ്പാറകൾ ഉണ്ടെങ്കിൽ സ്വയം ചികിത്സയ്ക്ക് പോവാതെ ഇതിൻ്റെ ഒരു എക്സ്പേർട്ട് എപ്പോഴും ഒരു ഡെർമറ്റോളജിസ്റ്റ് ആണ് അരിമ്പാറ ട്രീറ്റ് ചെയ്യേണ്ടതും. അതിനെക്കുറിച്ച് അത് അരിമ്പാറയാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞില്ല അരിമ്പാറ പോലെ ഇരിക്കുന്ന വേറെ ടൈപ്പ് ഗ്രോത്തും ഉണ്ട്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ആളൊരു ഡെർമറ്റോളജിസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ സംശയമുള്ളവർ എത്രയും വേഗം ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് അത് സ്ഥിരീകരിച്ച് അതിനുള്ള ചികിത്സാ നയം തുടങ്ങുന്നതായിരിക്കും നല്ലത്.